ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ല എല്ലാവർക്കും? സുഖമാണ് വിശ്വസിക്കുകയാണ്. നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഒന്നുകൊണ്ടല്ല കേട്ടോ, ഈ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ അതിന് മടിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതിയാണ്ട് തുടങ്ങിയതാണ്. രാവിലെ ഒന്നും അങ്ങനെ എടുക്കാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ തോന്നി ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. അതുകൊണ്ട് രാവിലെ ചായയും കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ചോറ് അടുപ്പത്തിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലത്തെ ചായൻ്റെ കടി ചപ്പാത്തിയും കിഴങ്ങും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ തീമിട്ട് ഉപ്പേരിക്ക് കോവക്ക അരിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കനാണെന്ന് കറി വെക്കണം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഉപ്പേരിക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതാ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച കോവക്കയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അതൊക്കെ തന്നെ ഞാൻ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്ന് അരിഞ്ഞിതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കോവക്ക കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി അതൊക്കെ തന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അവിടെ സിമ്മിലാക്കിയാണ് വേവിക്കാൻ വേണ്ടി വെക്കും കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പം ഞാനത് സിമ്മിലാക്കിയിട്ട് അവിടെ അങ്ങനെ പോലെ അവിടെ അങ്ങനെ വേവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഇപ്പോൾ ഈ വീഡിയോ ഇടാത്തത്. നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർ വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മളെ ഫ്രണ്ട്സൊക്കെ കേട്ടോ, എന്താ വീഡിയോ ഇടാത്തത്, എന്തേലും പറ്റിയോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് PMൽ മെസ്സേജ് അയക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ഇത് മടി പിടിച്ച കാരണം തന്നെയാണ് കേട്ടോ. അസുഖമൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അസുഖം എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്നല്ല കേട്ടോ, ഇതന്നെയാണ് പ്രശ്നം. അങ്ങനെ അത് വെച്ച് അപ്പോഴേക്ക് നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം കേട്ടോ, തിളച്ച വേഗണ അരിയാണ്, അതുകൊണ്ട് അത് വേഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അങ്ങനെ അതാ ചോറൊക്കെ മുഴുവനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചോറ് വന്ന അടുപ്പത്ത് തന്നെ നല്ല തീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളം കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ജീരകം ഇട്ട് കണ്ട് വെള്ളം തിളപ്പിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കന് ഉള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. വേറെ പിന്നെ ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. ചിക്കൻ കറിയും ആ കോവക്കുപ്പേരിയും തന്നെ ഉള്ളൂ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചിട്ട് നെല്ല് കാണാണ്ട് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ഐസൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് കഴുകിയാണ്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ വെള്ളം തിളച്ചടുപ്പത്ത് തന്നെ വീണ്ടും നല്ല തീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് കരുതിയിട്ട്, അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെയാണല്ലോ നമുക്ക് ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലൊക്കെ കൂടുതൽ രസം ഉണ്ടാണ് അല്ലേ. പിന്നെ നമ്മളെ പണിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ വേഗം ഗ്യാസിൽ ഇടും. പക്ഷേ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഉള്ള ടേസ്റ്റും കുക്കറിൽ വെച്ചാൽ ടേസ്റ്റും നല്ല മാറ്റമുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഇതാ എണ്ണയൊക്കെ ചൂടാക്കി കാണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെന്താ ചെയ്യലെന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കലാണ്. ഉപ്പിട്ട് കൊടുത്ത് കാണ്ടൊന്നാണ് മിക്സാക്കി കൊടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. അങ്ങനെ അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞാൻ 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉള്ളി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ ആ പിന്നെ ഉള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ നന്നായിട്ട് അതൊന്ന് വാട്ടി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കറിക്കൊന്നും കൂടി ടേസ്റ്റ് കിട്ടുക. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ തക്കാളിയും കൂടി ഒന്ന് വേവട്ടെ. അതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
അങ്ങനെ അതാ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2-3 സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം അത് എരിവില്ലാത്ത മുളകും പൊടിയാണ്. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എത്ര ഇട്ടാലും എരിവ് കൂടുതലൊന്നും ഉണ്ടാവില്ല. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഇവിടെ പൊടിച്ചതായതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതാ ഒരു 2-4 സ്പൂണ് മല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി ഞാൻ അങ്ങനെ കണക്കോ ഒന്നും നോക്കലില്ല കേട്ടോ, കുറച്ചാണ്ട് ഇട്ട് കൊടുക്കും. അത് കറക്റ്റ് അളവാകലുണ്ട്. അങ്ങനെ പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിൽ ആയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആ എണ്ണയിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അടുപ്പത്തായതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പത്തായതുകൊണ്ടാണ്. നമ്മൾ കുക്കറിൽ വെക്കുമ്പം അങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കണമൊന്നുമില്ല. ഇങ്ങനെ വാട്ടി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒരു വിസിലടിച്ചാൽ തന്നെ അതിൽ കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ നമ്മൾ വേറെ കറിയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അടുപ്പത്തായതുകൊണ്ട് അതിൽ കടന്ന് വേവണ്ടേ. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ചിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്ക് ഇതാ നമ്മൾ ഉപ്പേരി ഇവിടെ ആവിയിൽ ഇങ്ങനെ സാവധാനം പതുക്കെ തീയിൽ കടന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഓഫാക്കിയിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ് പണിയൊക്കെയാണ് കേട്ടോ. അത് ഈ ചിക്കനും കൂടി ആയി കഴിഞ്ഞാൽ ക്ലീനിങ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വെള്ളം ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചുകൊണ്ട് ആ ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് അടുപ്പത്ത് വെച്ചിട്ട് അടിച്ചേരി തുടക്കാനൊക്കെ പോവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ എന്താ നമ്മളെ അകത്തു കൂടെ ഒക്കെ അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം വെന്ത് കറിയൊക്കെ അതാ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ ഇപ്പോൾ അതാ കുട്ടികൾ 4 മണിക്ക് ശേഷം കുട്ടികൾ ഇതാട്ടോ പുറത്ത് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ കളിയും കൊണ്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ അവരെ കളി കണ്ടിരിക്കാൻ. ഞാൻ 4 മണിക്ക് ശേഷം നമുക്ക് കാര്യപ്പെട്ടൊന്നും പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. രാവിലെ തന്നെയാണ് ഉച്ചക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് വൈകുന്നേരം അധിക ദിവസം ഉണ്ടാവൽ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളൊക്കെ വന്നാൽ അവർ കളിയും കണ്ട് അവിടെ സിറ്റൗട്ടിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. ഭയങ്കര രസമാണ് അവരെ കളിയും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ. പല തമാശകളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കലും ടീച്ചറും കുട്ടികളായിട്ടും അവരെ അടിക്കലും അങ്ങനെ ആയിട്ട് ഭയങ്കര രസമാണ്. കുറേ ചിരിക്കും കേട്ടോ അവരെ കളി ഇങ്ങനെ കണ്ടുകൊണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.